Dear, welcome back to RKNX. It's me one again and It's me RT. Okay. yes മക്കളെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്റേണൽ മാർക്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ. നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഇന്റേണൽ മാർക്ക് എങ്ങനെയാണ് കിട്ടുക, എത്ര മാർക്കാണെന്നൊക്കെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? ടീച്ചർമാര് വെറുതെ തരുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ അത് നേടിയെടുക്കേണ്ടതാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഒരിക്കലും വെറുതെ തള്ളി തരുന്നതല്ല, നമ്മൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ് ഇന്റേണൽ മാർക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും ഏതൊക്കെ മാർക്കാണ് ഇന്റേണൽ മാർക്കായിട്ട് വരുന്നത്, എന്താണ് ഇന്റേണൽ മാർക്ക്, നമുക്ക് ഓരോ വിഷയങ്ങളും നമുക്ക് ശരിക്കും 10 വിഷയങ്ങളാണ് വരുന്നത്. 10 വിഷയങ്ങളിലും ഓരോ വിഷയങ്ങളിലും എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലാംഗ്വേജിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 10+40 ആണ് അല്ലേ സാറേ? FA plus SA, FA 10 മാർക്സും 40 മാർക്സും 50 മാർക്സ് ആണ് ടോട്ടൽ വരുന്നത്. സെക്കൻഡ് ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് 10+40 ആണ്. ഹിന്ദിയിലേക്ക് വരുമ്പോഴും ഫിസിക്സിലേക്ക് വരുമ്പോഴും കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴും ബയോളജിയിലേക്ക് വരുമ്പോഴും 10+40 തന്നെയാണ്. അതായത് 40 മാർക്കാണ് ഇവർ എഴുതിയെടുക്കേണ്ട മാർക്ക്. 40 ആണെങ്കിൽ 10 മാർക്ക് എന്ന് പറയുന്നത് അവർക്ക് 40 മാർക്സ് ആണ് വരിക. FA എന്ന് പറയുന്നത് 10 മാർക്സ് ആണ്. അത് ഇംഗ്ലീഷ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ IT അല്ല ഇത് 3 സബ്ജക്റ്റുകൾക്കും 20+80 ആണ്. 20+80 80 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്കാണ്. 20 മാർക്ക് FA ആണ്. എന്താണ് FA എന്ന് ഡൗട്ട് ഉണ്ടാവും. നമുക്ക് പറയാം. ഡോണ്ട് വറി. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് വരുന്നത് 100-ലാണ്, ഔട്ട് ഓഫ് 100-ലാണ്. അപ്പൊ 20+80 റെഡി അല്ലേ? അതേസമയം ഐടിയിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ഐടിയിലെ വ്യത്യാസം? 10+30 ആണ്. 10 മാർക്ക് 10 മാർക്ക് 10 മാർക്ക് നമുക്ക് FA വരുന്നു. 10 മാർക്ക് നമ്മുടെ ഇന്റേണൽ മാർക്സ് നമ്മുടെ 30 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. തെറ്റി 10 നമ്മുടെ FA, 10 നമ്മുടെ തിയറി പേപ്പർ. അവർക്ക് തിയറി എക്സാം വരും ഐടി. ഐടി ലാബ് എക്സാമിന് പോയി കഴിഞ്ഞാൽ അന്ന് അവർക്കൊരു എന്ത് വരും? തിയറി എക്സാം. തിയറി എക്സാം ഉണ്ട്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ 1/2 മാർക്ക് വീതം 20 ക്വസ്റ്റ്യൻ മൊത്തം 10 മാർക്ക് കിട്ടുന്ന 10 മാർക്ക് അവർക്ക് എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ എക്സാം. പ്രാക്ടിക്കൽ അടിപൊളിയായിട്ട് ചെയ്താലും കുട്ടിയുടെ A+ പോകാൻ എന്ത് മതി? ഈ തിയറി മതി. 10 മാർക്ക് കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ A+ പോയി പോകും. തരുന്ന 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിൽ മാർക്ക് ഒരു ക്വസ്റ്റ്യൻ 1/2 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ 1/2 മാർക്ക് എന്ന് പറയുമ്പോൾ 10 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ എന്തായി? 5 മാർക്ക് പോയി. A+ പോയി. 5 മാർക്ക് പോയി A+ പോയി. ക്ലിയർ അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പ്രാക്ടിക്കൽ എന്തൊക്കെ ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 10+30 ആണ് 10 മാർക്ക് എന്ന് പറഞ്ഞാൽ തിയറി. അവിടെ എന്ത് നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയ ഉടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഇന്റേണൽ എക്സാം അവർ നടത്തും. കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻസ് വരികയാണ് ചെയ്യുക. അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ FA, എന്താണ് ഈ SA എന്നുള്ളത്. എന്താണ് FA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് FAയും SAയും പറഞ്ഞു കൊടുക്കാം. SA എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. FA എന്ന് പറയുന്നത് ഫോർമാറ്റീവ് അസസ്മെന്റ് ആണ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ കൊല്ലാവസാനത്തിൽ ഉണ്ടാകുന്ന കൊല്ലപരീക്ഷ. നിങ്ങൾ ലാസ്റ്റ് എഴുതുന്ന എക്സാമിനെ ബേസ് ചെയ്ത് കിട്ടുന്ന മാർക്കാണെന്ന് SA എന്ന് പറഞ്ഞാൽ അല്ലേ? FA എന്ന് പറഞ്ഞാൽ ഫോർമാറ്റീവ് അസസ്മെന്റ്. അതായത് ഒരു കുട്ടി ക്ലാസ്സിൽ ചേർന്നത് മുതൽ എക്സാം വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും വെച്ച് കണ്ട് ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന മാർക്ക്. ഒന്നാമത് നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളെ പെർഫോമൻസ്, നിങ്ങൾ എക്സാമിന് നിങ്ങളെ പെർഫോമൻസ്, നിങ്ങൾ സ്കൂളിലെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നവർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് SCERT പുറത്തിറക്കിയിട്ടുള്ള FAയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് പോകും? പണി കിട്ടും. പണി കിട്ടിയിരിക്കും. എന്താന്ന് പറയുക മക്കളെ, ഒന്നാമത് നമ്മുടെ ലേണിംഗ് പ്രോസസ് അസസ്മെന്റ്. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പോൾ ആർട്ടി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് കളിച്ചാൽ മാർക്ക് ഉണ്ടാവില്ലേ? മാർക്ക് ഉണ്ടാവില്ല. കൊടുക്കുന്ന 10 മാർക്ക് 20 മാർക്കൊക്കെ ഉണ്ടാവില്ല. അത് ഉണ്ടാവില്ല എന്നാ കാരണം ലേണിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ കുട്ടിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ടീച്ചറുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്ക് മാർക്ക് കുറയ്ക്കാം? അവിടെ ടീച്ചറാണ് തീരുമാനിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഉൽപ്പന്ന വിലയിരുത്തൽ അഥവാ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ, അതായത് നോട്ട്ബുക്ക്. നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻസ്, സ്കൂളിൽ തന്ന ക്വസ്റ്റ്യൻസ്, കാര്യങ്ങൾ, അസൈൻമെന്റുകൾ, ഇതൊക്കെ എന്തിൽ പെടും? പോർട്ട്ഫോളിയോയിൽ വരും. അതായത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണ്ട് ചെക്കന്മാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ അസൈൻമെന്റ് എഴുതിയിട്ട് അസൈൻമെന്റ് കഴിഞ്ഞ പേപ്പർ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കി. റോക്കറ്റ് ഇവിടെ നടക്കൂല. ഇവിടെ തെളിവായിട്ട് വെച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. റിയൽ ടൈം ഓർ ഓൺ സ്പോട്ട് അസസ്മെന്റ്, നമ്മുടെ ഓറൽ ടെസ്റ്റുകൾ, ഡിബേറ്റുകൾ, സെമിനാറുകൾ, ഇങ്ങനത്തെ കിട്ടുന്ന മാർക്കാണ് 10. ലാസ്റ്റ് വൺ ഈസ്
ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് സ്കൂൾ ആക്ടിവിറ്റീസിൽ സ്കൂളിൽ RT അടി കൂടാൻ പോയാല് പ്രശ്നം മാർക്ക് ഉണ്ടാവില്ല. അടി കൂടാൻ പോയാൽ ഉറപ്പാണ് മാർക്ക് കുറയ്ക്കും. മക്കളെ മാർക്ക് കുറയ്ക്കാൻ അധികാരം ആർക്കുണ്ട്? ടീച്ചറിനുണ്ട്. സ്കൂളിൽ നിങ്ങൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളുണ്ട്, സ്കൂളിലെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എത്രത്തോളം ആക്റ്റീവ്നെസ് ആയിട്ട് നമ്മൾ സ്കൂളിലെ കാര്യങ്ങൾ ടീച്ചേഴ്സിനോടൊക്കെ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളുടെ എന്ത് കിട്ടുക, FA കിട്ടുക. ഈ പറയുന്ന കാര്യങ്ങളാണ് FAയുടെ ഒരു മെയിൻ ആയിട്ടുള്ള 4 പോയിന്റുകൾ. ഇതിന് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, ഇറങ്ങുന്നില്ല, തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യെസ് മക്കളെ, അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ FA എന്ന് പറയുമ്പോൾ ഇന്റേണൽ മാർക്ക് കറക്റ്റ് ആയിട്ട് വാങ്ങിയെടുക്കണം. എന്നാൽ പിന്നെ നമ്മൾ വിട്ടാലോ? റെഡി. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക, നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, ഇന്റേണൽ മാർക്ക് ഫുള്ള് വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം മക്കളെ. ബൈ, സീ യു ലേറ്റർ.